ജലസംരക്ഷണം രാജ്യനിർമ്മാണത്തിന് ഊർജിത ജലസംരക്ഷണം എന്നീ സന്ദേശവുമായി തടയണ നിർമ്മാണത്തിന് തുടക്കം കുറിച്ച് പെരിങ്കരി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ വിദ്യാർത്ഥികൾ. പായം പഞ്ചായത്ത് പ്രസിഡന്റ് എം വിനോദ്കുമാർ തടയണ നിർമ്മാണത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. തടയണ എന്ന് പറഞ്ഞാൽ നിങ്ങൾ വീടിനകത്ത് പറമ്പില്ലേ, അവിടെ സ്ത്രീക്ക് വെള്ളം പോകുന്ന സ്ഥലമില്ലേ, ആണ് 4 കല്ലെടുത്ത് വെച്ച് എന്തായി, അതാ തടയണ. നമ്മളിപ്പോഴേ ആ തടയണ ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത് തോട്ടില്. അപ്പൊ അന്നേരം എന്തുണ്ടാവും? എന്തിനങ്ങനെ വെള്ളം തടഞ്ഞു നിർത്തുന്നത്? കൃഷിക്ക് മാത്രമാണോ? കിണറ്റിൽ വെള്ളം തോട്ടിൽ വെച്ചാൽ കിണറ്റിൽ വെള്ളം നിർത്തുക അറിയാം, അറിയും. പഴശ്ശി അണക്കെട്ടിന്റെ ഷട്ടർ ഇടുമ്പോ നമ്മൾ വീട്ടിൽ നിന്ന് പറയാറില്ലേ, അച്ഛനും ഷട്ടർ ഇട്ട് അല്ലേ? അപ്പൊ നമ്മുടെ സമീപ പ്രദേശത്തെല്ലാം വെള്ളം ഉയർന്നു. ഇപ്പൊ വെള്ളത്തിന്റെ ഭൂമിക്കടിയിലുള്ള വെള്ളം, കിണറിൽ എല്ലാവരും വീട്ടില് ആ ഭൂഗർഭജലത്തിന്റെ അളവ് വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി, ഭൂഗർഭജലം എന്ന് പറയുന്നത് കുറേ അടിയിൽ വെള്ളമുണ്ട്. കുഴക്കിണർ കണ്ടില്ലേ, നമ്മളെ വീട്ടിലെ കിണർ അത്രയുണ്ടോ? അപ്പൊ മേൽഭാഗത്തുള്ള കിണറുണ്ട്, അടിഭാഗത്തുള്ള ഭൂഗർഭജലമുണ്ട്. കുറെ കൂടി കുഴിച്ച് കഴിയത്തും കുഴിച്ച് പോവാണ്. കുഴക്കിണറിന്റെ യന്ത്രം ഉപയോഗിച്ച് നമ്മൾ കുഴിച്ച് പോയാൽ എവിടെ എത്തും? ഭൂമിയുടെ നടുക്ക്. ആടിയെത്താൻ പറ്റും നമുക്ക്? ആടിയെന്നാ അതെല്ലാം അറിയാം, നിങ്ങൾക്ക് കാര്യങ്ങളെല്ലാം അറിയാം അല്ലേ? ചടങ്ങിൽ പഞ്ചായത്ത് ക്ഷേമകാര്യ സമിതി ചെയർപേഴ്സൺ സ്മിത രജിത്ത് അധ്യക്ഷത വഹിച്ചു. ഇരിട്ടി ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ശൈലജ ദിനേശൻ മുഖ്യാതിഥിയായിരുന്നു. PTA പ്രസിഡന്റ് P രജീഷ്, സീനിയർ അസിസ്റ്റന്റ് ലതിക ചെറോട്ട, SMC ചെയർമാൻ മനോജ് PV, പവിത്രൻ കരിപ്പായി, ജെസ്സി അജേഷ്, മനോജ് മാനുവൽ എന്നിവർ സംസാരിച്ചു. നമ്മുടെ ഇന്നത്തെ ഈ ഒരു കാലഘട്ടത്തിൽ മണ്ണ്, ജലം, വായു എല്ലാം തന്നെ സംരക്ഷിക്കേണ്ടത് പ്രത്യേകിച്ച് നാളത്തെ തലമുറകളായിട്ടുള്ള വിദ്യാർത്ഥികളുടെ കൂടെ, നമ്മുടെ കുഞ്ഞു മക്കളുടെ കൂടെ ആവശ്യമാണ്. നമ്മുടെ സമൂഹത്തിൽ മണ്ണായാലും ജല ദൗർലഭ്യം ഏറുന്ന ഒരു സാഹചര്യത്തിലാണ് നമ്മളുള്ളത്. പ്രത്യേകിച്ച് കാലാവസ്ഥ ഉൾപ്പെടെ ശരിയായ രീതിയിലല്ലാതെ കാലം തെറ്റി മഴയും കാലത്തിനല്ലാത്ത മഴയുമുള്ള ഈ ഒരു സമയത്ത് നമ്മുടെ മണ്ണിനെ, നമ്മുടെ ജീവൻ തന്നെ നിലനിർത്തുന്നതിന് അത്യാവശ്യമായ ജലം ഏതൊക്കെ രീതിയിൽ നമുക്ക് സംരക്ഷിക്കണം എന്നുള്ള വഴിയായിട്ടാണ് തടയണ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നത്. പായം ഗ്രാമപഞ്ചായത്തിന്റെ ഇതുവരെയുള്ള പല പ്രവർത്തനങ്ങൾ നടത്തിയതിന്റെ ഭാഗമായി തന്നെ ഭൂഗർഭജലത്തിന്റെ അളവ് കൂടുന്ന ഒരു സാഹചര്യമാണ് നമുക്കുള്ളത്. ആദ്യമൊക്കെ ഒരു 2 വർഷം മുമ്പെയൊക്കെ പായം പഞ്ചായത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ വണ്ടികളിൽ വെള്ളം എത്തിച്ചു കൊടുക്കുന്ന ഒരു ജനുവരി ഫെബ്രുവരി മാസം മുതൽ തന്നെ വണ്ടിയിൽ വെള്ളം എത്തിച്ചു കൊടുക്കുന്ന ഒരു സ്ഥിതി ഉണ്ടായിരുന്നു. ഏറ്റവും കൂടുതൽ നമ്മൾ ക്ഷാമം നേരിടുന്നത് ശുദ്ധമായ കുടിവെള്ളത്തിന് തന്നെയാണ്. നമുക്ക് ഈ കഴിഞ്ഞ മഹാപ്രളയത്തിന് ശേഷം നമ്മൾ നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി എന്ന് പറയുന്നത് കടുത്ത വേനലാണ്. ആ വേനൽക്കാലത്ത് നമുക്ക് കുടിവെള്ളം കിട്ടാത്ത ഒരവസ്ഥയാണുള്ളത്. ഇവിടെ സൂചിപ്പിച്ചതുപോലെ എല്ലാ വേനൽക്കാലവും മാർച്ച് മാസമൊക്കെ ആകുമ്പോൾ നമ്മുടെ വീടുകളിൽ കുടിവെള്ളം എത്തിക്കുന്ന ഒരു സംവിധാനം ഉണ്ടായിരുന്നു. ഇപ്പം പുതിയ തലമുറകൾ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല കാര്യം അവരെ തടയണ. എന്താണ്